ഷാനിക്ക ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഞാൻ അനിലേട്ടനെ ഫസ്റ്റ് കാണുന്നത് കോഫി ടൈം റോഡിന്റെ സമയത്താണ്. നമ്മുടെ പലവട്ടം ഒക്കെ ഉണ്ടായിരുന്ന ആൽബത്തില് മാഷാ അല്ലാ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി അത് കമ്പോസ് ചെയ്ത സമയത്ത് ഈ മാഷാ അല്ലാ ഇവളൊരു സുന്ദരിയൊന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ചുമ്മാ വെറുതെ ഒരു ഹുക്ക് ലൈൻ എഴുതി വെച്ചിട്ട് വിനീതാണ് എന്നോട് പറയുന്നത്, എടാ അനിൽ പനച്ചുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഏത് കാലത്താണെന്ന് ഓർക്കണം, അന്തക്കാലത്ത് അനിൽ പനച്ചുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമുക്ക് പുള്ളിയെ വിളിക്കാം, അദ്ദേഹം എഴുതട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പം അതിലുള്ള മിക്ക പാട്ടുകളും വിനീത് തന്നെയാണ് എഴുതിയത്. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു പാട്ട് മാത്രമാണ് വേറൊരു ആൾ എഴുതുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞു അല്ലേട്ട ഇങ്ങനെ മാഷാ അല്ലാ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ വെറുതെ ഒരു ഹുക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു മാഷാ അല്ലേ, അതെന്തിനാണിത്, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ വിചാരിച്ചു അത് ഒരു ലിറിസിസ്റ്റിന്റെ ഫ്രീഡാണ്, വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് ലാസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് ഇത് അവസാനം എഴുതി വന്നിട്ട് പുള്ളിക്ക് മാഷാ അല്ലാ നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞാൽ പോലും അത് മാറ്റണ്ട എന്നുള്ളൊരു അവസ്ഥയിലും ഇത് പാടി നടക്കാം. നമ്മൾ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ഇത് പാടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദേഷ്യക്കാരനാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ വളരെ ഈസിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. എൻ്റെ കയ്യിൽ ഇപ്പോഴും അനിലേട്ടൻ ജിമിക്കി കമ്പൽ എഴുതിയത് ഷീറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് പിന്നെ വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതും കൂടി കൊണ്ടുവന്നേനെ ആക്ച്വലി ഇങ്ങോട്ടേക്ക്. അല്ല, ജിമ്മിക്ക് കമ്മല് ഹിറ്റായ സമയം അനിലേട്ടന്റെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ നോർമലായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ ഉള്ളൂ ആൾക്ക്. പിന്നെ അനുശേഷന്റെ ഒരു സോങ് ഇങ്ങനെ വേൾഡ് വൈഡ് ആളുകൾ പാടണം എന്ന് അനുശേഷന്റെ ഒരു ആഗ്രഹമായിരുന്നു. ശരിക്കും നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സോങ് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. ആ സമയത്ത് എന്താ ഗംഗ്നം സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അപ്പം മോന് അവന്റെ അച്ഛൻ ഇങ്ങനെ കവിത എഴുതുന്നോ സിനിമയിൽ പാട്ടെഴുതുന്ന ആളാണോ ഒന്നും അറിയില്ല. അവൻ നോക്കുമ്പോ ഫുൾ ടൈം അച്ഛൻ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ പറയും, അമ്മ ഫ്രണ്ട്സിനോടൊക്കെ പറയാം അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, അച്ഛൻ വെറുതെ വീട്ടിൽ ഇരിക്കുക. അപ്പൊ ഇവന്റെ കൂട്ടുകാരാണ് ഇവനോട് ജിമിക്കി കമ്മൽ എഴുതിയത് അവന്റെ അച്ഛനാണെന്ന് പറയുന്നത്. അപ്പം അവന്റെ അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. ഇവന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അതേപോലെ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉള്ള കുട്ടികൾ എൻ്റെ പാട്ടും പാടണം ഇതേപോലെ എന്നിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് അതിന് തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അത് ഷാനിക്കയിലൂടെ അതൊരു കൂട്ടായ്മ, എല്ലാരും കൂടെ ഒന്നിച്ച് വന്നപ്പോഴേക്കും ആ പാട്ട് എന്തോ അതങ്ങനെ ആയി. ഓക്കെ.